നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ അടുത്ത മത്സരം ക്രൊയേഷ്യക്കെതിരെയാണ്. നിരവധി പരിക്കുകൾ ബ്രസീലിനെ അലട്ടുന്നൊരു സന്ദർഭമാണ്. വിനി ജൂനിയർക്ക് ഇന്നലെ വിശ്രമം കൊടുക്കേണ്ടി വന്നു. താരത്തിന് ഹാംസ്ട്രിങ് പ്രശ്നങ്ങളുണ്ട് എന്നതായിരുന്നു ഇനീഷ്യലി വന്ന റിപ്പോർട്ടെങ്കിലും പിന്നീട് മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തി അദ്ദേഹം ഓക്കെയാണ്. ഇപ്പോൾ ചെറിയ ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ മാത്രം മാറ്റി നിർത്തിയതാണ്. അതേസമയം ഡിഫൻസിലൊക്കെയാണ് വലിയ പ്രശ്നങ്ങളുള്ളത്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലെ വിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണ്. വെസ്ലിയും പുറത്തായിട്ടുണ്ടല്ലോ. അപ്പോൾ റൈറ്റ് ബാക്കായിട്ട് ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡിൽ ആരുമില്ല. പകരം ആരെയും കോച്ച് സ്ക്വാഡിലേക്ക് എടുത്തിട്ടുമില്ല. അപ്പോൾ ഡാനിലോയെ ഇന്നലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹം ട്രെയിനിങ്ങിൽ ഉപയോഗപ്പെടുത്തി. നമുക്കറിയാം ഡാനിലോ നേരത്തെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അദ്ദേഹം സെൻറ്റർ ബാക്ക് റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും അദ്ദേഹത്തെ അവിടെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരമായിട്ട് കോച്ച് കാണുന്നത്. ഇപ്പോൾ ഇന്നലെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം ഡിഫൻസീവ് ഒഫൻസീവ് സെക്ടറുകളാക്കി സ്ക്വാഡിനെ തിരിച്ചിട്ടാണ് ട്രെയിനിങ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ആഞ്ചലോട്ടി ഡാനിലോ, ബ്രമർ, ലിയോ പെരീര, ഡഗ്ലസ് സാൻഡോസ് എന്നിവരെയാണ് ഡിഫൻസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കാസിമിറയും ആൻഡ്രി സാൻഡോസും ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിലും. പിന്നെ മാർക്കിഞ്ഞോസ് ജോയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം ബ്രമർക്ക് പകരമാണ് ഇന്നലെ ട്രെയിനിങ്ങിന് ഇറങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കിഞ്ഞോസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലിയോ പെരീരയും മാർക്കിഞ്ഞോസും സെൻറ്റർ ബാക്ക് റോളിൽ ഇറങ്ങാനാണ് സാധ്യത എന്നാണ് ലഭ്യമാവുന്ന വിവരം. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചുറി ക്രൈസിസിലാണ് ബ്രസീലിയൻ ടീം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിനി ജൂനിയർക്ക് ഒരു ആശങ്ക വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ട്രെയിനിങ്ങിൽ നിന്ന് ഒരു ഒഴിവ് കൊടുത്ത് അദ്ദേഹം ജിമ്മിൽ മാത്രമുള്ള ആക്ടിവിറ്റീസാണ് നടത്തിയത്. പക്ഷേ പറഞ്ഞല്ലോ, അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റിന് വിധേയനായി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല, സീരിയസ് ഇഞ്ചുറി ഇല്ല എന്നുള്ളത് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഒരു വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് അപ്രോച്ചിലേക്ക് ബ്രസീൽ ടീം പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അദ്ദേഹം ബോളുമായിട്ടും മറ്റൊക്കെയുള്ള ട്രെയിനിങ്ങിന് ഇല്ലാതിരുന്നത്. ഫിസിയോതെറാപ്പി ടീമിനോടൊപ്പം അദ്ദേഹം ജിമ്മിൽ പെർഫോം ചെയ്യുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മാർക്കിഞ്ഞോസിൻ്റെ തിരിച്ചുവരവ് ബ്രസീൽ ടീമിനൊരു ആശ്വാസമാണ്. ഫ്രാൻസിനെതിരെയുള്ള മത്സരം മാർക്കിഞ്ഞോസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് സെഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡാനിലോ, ബ്രമർ, ലിയോ പെരീര, ഡഗ്ലസ് സാൻഡോസ്, ഇതാണ് ഇന്നലെ ട്രെയിനിങ്ങിൽ ആദ്യം കോച്ച് പരീക്ഷിച്ച ഡിഫൻസ്. പക്ഷേ പിന്നീട് ബ്രമറിനെ മാറ്റിയാണ് മാർക്കിഞ്ഞോസിനെ ഇറക്കിയിട്ടുള്ളത്. ബ്രമറാണ് കഴിഞ്ഞ കളിയിൽ ഗോൾ അടിച്ചത് എന്ന കാര്യം നോക്കുക. ഏതായാലും ഇഞ്ചുറി ക്രൈസിസ് ഉണ്ട്. ഇതിൽ ആലിസൺ, ഗബ്രിയൽ മെഗലസ്, അലക്സാൻഡ്രോ, റാഫീഞ്ഞ, വെസ്ലി, ഇങ്ങനെയുള്ളവർ പല ഘട്ടങ്ങളിലായിട്ട് സ്ക്വാഡ് ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ സ്ക്വാഡിലുള്ളവരാണ് പല ഘട്ടങ്ങളിലായിട്ട് സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിനോട് തോറ്റു, ഇനി ക്രൊയേഷ്യയോടും തോറ്റിട്ട് ഇത് ഫ്രണ്ട്ലി മത്സരമാണ്, ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്, നമ്മൾ വലിയ ടീമിനോട് മുട്ടിയതാണെന്നൊക്കെ ആഞ്ചലോട്ടിക്ക് ന്യായീകരണം പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഓൾറെഡി ബ്രസീലിയൻ മീഡിയ റിസൾട്ട് എവിടെ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, അസ്വസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 31 ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരമുള്ളത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1 കളി. ഓൾറെഡി ക്രൊയേഷ്യ കഴിഞ്ഞ കളിയിൽ കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ട് വലിയൊരു സൂചന ബ്രസീലിന് കൊടുത്തിട്ടുണ്ട്. എന്താവും ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.